ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഇന്ന് വിരമിക്കുന്നു. പുതിയ ചീഫ് സെക്രട്ടറിയായി എ ജയതിലക് ചുമതലയേൽക്കും. തുടങ്ങിവെച്ച പദ്ധതികൾ പൂർത്തിയാക്കാൻ സർവീസ് കാലയളവ് തികയാത്തതിനാൽ അപൂർണതയുടെ അങ്കലാപ്പോടുകൂടിയാണ് പടിയിറങ്ങുന്നതെന്ന് ശാരദാ മുരളീധരൻ അമൃത വാർത്തകളോട് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ഫലപ്രാപ്തിയിൽ എത്തണമെന്നാണ് ആഗ്രഹം. എൻ പ്രശാന്തുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ ഭാഗമായതിൽ ദുഃഖമുണ്ടെന്നും വിരമിച്ച ശേഷം ഏതെങ്കിലും പദവിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ശാരദാ മുരളീധരൻ വ്യക്തമാക്കി. 35 വർഷത്തെ സിവിൽ സർവീസ് സേവനം അവസാനിപ്പിച്ചാണ് ചീഫ് സെക്രട്ടറി പദവിയിൽ നിന്ന് ശാരദാ മുരളീധരൻ പടിയിറങ്ങുന്നത്. തുടക്കം കുറിച്ച പദ്ധതികൾ പലതും പൂർത്തിയാക്കാൻ സർവീസ് കാലയളവ് തികയാത്തതിനാൽ അപൂർണതയുടെ അങ്കലാപ്പോടുകൂടിയാണ് പടിയിറങ്ങുന്നതെന്ന് ചീഫ് സെക്രട്ടറി പറയുന്നു. പണി തീരാത്ത പണിയാണല്ലോ. നമ്മൾ പലതും തുടക്കം കുറിച്ചു. പക്ഷെ തുടക്കം കുറിച്ചതൊന്നും നമ്മൾ എത്തേണ്ട ഇടത്ത് എത്തി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ഇടപെടലുകൾ നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ABGC പോളിസി എന്ന് പറഞ്ഞിട്ട് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് സമ്മിറ്റും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പം വകുപ്പുകളുടെയും സ്റ്റാർട്ടപ്പുകളുടെയും ഒക്കെ തന്നെ ഏകോപിക്കുന്നതിനുള്ള ഇടപെടലുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പൂട്ടിക്കെട്ടിയിട്ടൊന്നും അല്ല, ഇപ്പം അത് പൂർണ്ണമാക്കിയിട്ടല്ല ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ആ അപൂർണതയുടെ ഒരു ചെറിയ അങ്കലാപ്പോടു കൂടിയാണ് ഇറങ്ങുന്നത്. പരിഗണിക്കേണ്ട വിഷയങ്ങളിൽ ഏതിന് മുൻഗണന നൽകുമെന്നത് ഓരോ ചീഫ് സെക്രട്ടറിമാരുടെയും സ്വഭാവമനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. രാഷ്ട്രീയ നേതൃത്വവുമായി കംഫർട്ട് സോണിൽ ഒരിക്കലും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യാൻ പാടില്ല. അത് വിധേയത്വമായി മാറുമെന്നും വിരമിക്കുന്ന വേളയിൽ ചീഫ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നു. സർവീസിന്റെ അവസാന കാലയളവിൽ എൻ പ്രശാന്തുമായി ഉണ്ടായ വിവാദങ്ങളുടെ ഭാഗമായതിൽ ദുഃഖമുണ്ട്. വിരമിച്ച ശേഷം വീണ്ടും ഒരു പോസ്റ്റിൽ മടങ്ങിവരാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ശാരദാ മുരളീധരൻ വ്യക്തമാക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.